ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെലീസ് കിലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ മധുരക്കറി എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ കടുക്, തൈര് വേണം. മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ശർക്കര വേണ്ട, അതല്ലെങ്കിൽ ശർക്കര ചേർക്കണം. ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് കറുത്ത ഇതുപോലത്തെ കുരുമില്ലാത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. പൈനാപ്പിൾ നമുക്ക് ചെറിയ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറുക്കിയെടുക്കാം. ഈ പൈനാപ്പിളിൻ്റെ ഒരു കാൽ ഭാഗം നമുക്ക് മാറ്റി വയ്ക്കണം. വേവിക്കുമ്പോൾ മുഴുവൻ എടുക്കണ്ട. അതെന്തിനാണെന്നുള്ളത് ഞാൻ ചെയ്യുന്ന സമയത്ത് പറയാം. എത്രയോ ചെറുതാക്കാൻ പറ്റുന്നു അത്രയും ചെറുതാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ മുഴുവൻ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേവിക്കുമ്പോൾ പൈനാപ്പിൾ അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇതിന് കളർ കുറവാണ്. സാധാരണ എല്ലാ പൈനാപ്പിളും ഒരു യെല്ലോ കളർ ഉണ്ടാവാറ്, പക്ഷെ ഇത് ഇവിടെ ഇപ്പോൾ നമുക്ക് നാട്ടിൽ യെല്ലോ കിട്ടുന്നത്. അതിൻ്റേതായ അതുകൊണ്ടാണ് കുറച്ചൊരു വൈറ്റ് പോലെ ഇരിക്കുന്നത്, പക്ഷെ മധുരമുണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അടിക്കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മറ്റേ കല ഉണ്ടെങ്കിൽ മൺകല ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, കാരണം പൈനാപ്പിളിന് കളറില്ലാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് പൈനാപ്പിൾ വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം എന്തായാലും വേണ്ടി വരും. അതായത് പൈനാപ്പിൾ ഒന്ന് മുങ്ങി എടുക്കണം അത്ര. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിന് ഒരുപാട് മധുരം ഇല്ല, എന്നാലും മധുരമുണ്ട്. അത് എന്തായാലും ഒരു എന്തായാലും എനിക്ക് വേണ്ടി വരും. അത് പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി നിങ്ങൾ മധുരം. ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു കാൽ ഭാഗം പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വീണ്ടും ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം, ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ. അപ്പോഴേക്കും നമ്മുടെ ശർക്കരയും എല്ലാം അതിൽ അലിഞ്ഞിട്ടുണ്ടാവും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, മാത്രമല്ല പൈനാപ്പിൾ വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ചിരവിയ നാളികേരം, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നാളികേരം ചേർത്തിട്ട് പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ കറി എപ്പോഴും ഒരു കട്ടിക്കാണ് ഇരിക്കുക, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ വറ്റിച്ചെടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ലൂസ് പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ വേവിക്കുമ്പോൾ ഇത്രയധികം വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ചതച്ചതാണ് 1 ടീസ്പൂൺ കടുക്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ചതച്ച പച്ചമുളകാണ്. കീറിയിട്ടല്ല നമ്മളിടുക, പച്ചമുളക് ഇതിൽ ചതച്ചിട്ട് ഞാൻ ഇട്ടുകൊടുക്കുക. ഇതിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ, മുളക് പൊടി നമ്മൾ ചേർക്കണില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈര്, ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇത് അധികം പുളിയില്ലാത്തത് കൊണ്ടാണ്. ഈ തൈരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ തൈര് ചേർക്കുക. ഇത് ഇരുന്നിരുന്നിട്ട് ഈ കറി കട്ടയാവും. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരി ഇട്ടിട്ട് പിന്നെ കറി തിളപ്പിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം. ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കാം. വേപ്പിൻ്റെ ഇല ഇടേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളകും കൂടി ചേർക്കാം. നമുക്കിതിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മളുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കറി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ഓണത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.